പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് തന്നെക്കാളും തെൻകട്ടേക്കാളും മാത്രമേ വരുന്നത്. ധ്യാനിക്കുന്ന ഏവനും രൂപാന്തരത്തിലുള്ള ചാലകശക്തി. നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അടിയൻ്റെ നാവോടുകൂടി ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിൽ ചരിച്ച് ജീവിതത്തിനർത്ഥം അനുഗ്രഹം കണ്ടെത്തുവാൻ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഇന്ന് വിശുദ്ധ എവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. ഈ അനുഗ്രഹീതമായുള്ള ആരാധനയിൽ സംബന്ധിപ്പാൻ ഇടയായതിലെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനവസരമൊരുക്കിയ പ്രിയപ്പെട്ട ഇടവികാരി പെരുമാത്യച്ഛനോട്, ഇടവെച്ച മുതലക്കാരോട്, ഇടവിലെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ തുമ്പോൺ നോർത്താണ്, എലവന്തിട്ട് കഴിയുന്ന ഇടത്താണ് എൻ്റെ ഭവനം. അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ ഇതുവഴി പോകുമ്പോൾ ഈ ദേവാലയം വളരെയധികം ശ്രദ്ധിക്കപ്പെടും. 2014 ഇതിൻ്റെ കൂദാശ കർമ്മത്തിൽ ഞാൻ വന്ന് സംബന്ധിച്ച് ഓർക്കുന്നുണ്ട്. എന്നെ മാസത്തിലൊരിക്കലെങ്കിലും ഈ വഴി പോകുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് നോക്കും. അതിമനോഹരമായിട്ടുള്ള ദേവാലയം തലയുയർത്തി ഇവിടെ നിൽക്കുമ്പോൾ അത് വളരെ സന്തോഷം പകരുന്നതായുള്ള ഒരു കാര്യമാണ്. ഇവിടെയുള്ള പലരുമായിട്ടും ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്നേഹബന്ധമുണ്ട്, അറിയാം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന PS തോമസ് അച്ഛന്, അതുപോലെ നമ്മുടെ MT വർഗീസ് അച്ഛൻ, ജോജി അച്ഛൻ, അവരുടെയൊക്കെ സാന്നിധ്യവും ശുശ്രൂഷയും ഏറ്റവും ഫലദായകമാണ്, സന്തോഷം പകരുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ഈപ്പൻ മാത്യു അച്ഛൻ, ഞാൻ ചെന്നൈ ബാംഗ്ലൂർ ഡയസിലായിരിക്കുമ്പോൾ കർണാടക പ്രദേശത്ത് ഏറ്റവും ശ്രേഷ്ഠ അനുഗ്രഹമായുള്ള ശുശ്രൂഷ ചെയ്ത അച്ഛനാണ്. മിഷൻ പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ ഉള്ളിൽ രക്തത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒന്നാണ്. അച്ഛൻ്റെ ശുശ്രൂഷ പോകുന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹീതമായിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഈ ഇടവയ്ക്കും ഏറ്റവും അനുഗ്രഹമായി തുടർന്നും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾ. ഒന്ന്, ലോകരക്ഷകനായ യേശുവിൻ്റെ ജനനത്തെ ഒരിക്കൽ കൂടി ആഗോള ക്രൈസ്തവ സഭ അനുസ്മരിക്കുന്ന മഹനീയ അനുഗ്രഹീതമായുള്ള സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുജനനത്തെ ഒരിക്കൽ കൂടി ആഗോള ക്രൈസ്തവ സഭയോട് ചേർന്ന് നാം പാടി സ്തുതിക്കുന്ന, നാം ധ്യാനിക്കുന്ന സന്ദർഭമാണിത്. രണ്ടാമത്, മർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭാദിനമായി ഡിസംബർ 21 സഭാദിനമായിട്ട് വേർതിരിക്കുകയാണ്. നമ്മുടെ സഭാ ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായതും ആ പേരിനാൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള മാർത്തോമാ സഭ എന്നുള്ള വാചകം ആദ്യത്തെ മാറ്റപ്പെടാൻ പാടില്ലാത്തതായുള്ള ഭരണഘടനാ ചിന്തകളുമായിട്ട് ചേർത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. ലോകരക്ഷകനായ യേശുവിൻ്റെ ശ്ലീഹന്മാരിൽ ഒരുവനായ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായതും ആ പേരിനാൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള മാർത്തോമാ സഭ. ഇന്ന് തോമാസ് ശ്ലീഹായെ സ്മരിക്കുന്ന ഒരു ദിനം. അതോടൊപ്പം തന്നെ ഈ ശ്ലീഹാ ദിനം മാർത്തോമാ സഭാ ദിനമായിട്ടും വേർതിരിച്ചിരിക്കുന്നു. മൂന്നാമത്, 9 കുഞ്ഞുങ്ങൾ ഈ മുൻപിൽ നിരന്നിരിക്കുകയാണ്. അവർ ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഫുൾ കമ്മ്യൂണിക്കൻ്റ് മെമ്പേഴ്സായിട്ട് സഭയുടെ പൂർണ്ണ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം കൂടിയാകുന്നല്ലോ ഈ സന്ദർഭം. എന്തുകൊണ്ടാണ് പൂർണ്ണ സംസർഗത്തിലേക്ക് ഫുൾ കമ്മ്യൂണിക്കൻ്റ് മെമ്പേഴ്സ്? ഇതുവരെയുള്ളത് ഹാഫായിരുന്നോ എന്ന് നമ്മൾ മനസ്സിൽ തോന്നിയേക്കാം, പാർഷ്യലായിരുന്നോ എന്ന് നമുക്ക് നോക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് അവരോട് ഞാൻ ചോദിക്കും, അവരെ വിശുദ്ധ മാമോദീസ നൽകുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾ, മാതാപിതാക്കൾ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രതിജ്ഞ ഏറ്റുചൊല്ലി സാത്താനെ അന്വേഷിക്കുന്ന യേശു മിശിഹായെ കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കും, നിങ്ങളന്ന് കേട്ടായിരുന്നോ ഈ പറയുന്നത്? അവർ കേട്ട് കാണും, പക്ഷേ അവർക്കൊന്നും മനസ്സിലായി കാണുകയില്ല. അവരൊന്നീ കരയോ ചിരിക്കുകയോ ഒക്കെ ആയിരുന്നിരിക്കണം. ആ സമയത്ത് വെള്ളം തലയിൽ വീഴുമ്പോൾ കരയോ ചിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നിരിക്കണം. അപ്പോൾ 12 വയസ്സായപ്പോൾ യേശുക്രിസ്തു 12ാമത്തെ വയസ്സിലാണ് യെരുശലേമിലേക്ക് പെരുന്നാളിന് എൻ്റെ മാതാപിതാക്കളോടൊപ്പം പോയത്. ആ 12 വയസ്സ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുവാൻ കഴിയുന്ന സമയത്ത് അവർ തന്നെ അവരുടെ മാതാപിതാക്കൾ, മാതാപിതാക്കൾ ഏറ്റു ചൊല്ലിയ
വാചകമേറ്റു ചൊല്ലും, സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശു മെശിഹായെ കൈക്കൊള്ളും. അങ്ങനെ പറഞ്ഞ് ഏറ്റുചൊല്ലി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒഴുകുമ്പോൾ അവർ പൂർണ്ണ സംസർഗത്തിലേക്ക്, സഭയുടെ പൂർണ്ണ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ആഗോള ക്രൈസ്തവ സഭയുടെ പൂർണ്ണ സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ഒരു സന്ദർഭം കൂടിയാകുന്നല്ലോ. അതിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗം കർത്താവ് തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയതായിട്ടുള്ള വാചകമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സുവിശേഷമാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളെന്നറിയപ്പെടുന്നത്. സമാന്തരമായി യേശുവിൻ്റെ ജനനം, ബാല്യം, കൗമാരം, തൻ്റെ പബ്ലിക് മിനിസ്ട്രി, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം സമാന്തരമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. അങ്ങനെ ജീനിയോളജി, വംശാവലി അതേ രീതിയിൽ നൽകുന്നില്ല. എല്ലാം അങ്ങനെ വ്യത്യസ്തമാണ്. 7 അത്ഭുതങ്ങളും 7 സ്വയം വെളിപ്പെടുത്തൽ സന്ദേശങ്ങളും ഈ സുവിശേഷത്തിൽ നൽകിയിട്ടുണ്ട്. 7 അത്ഭുതങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള 7 അത്ഭുതങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യൂമറോളജി, നമ്പർ വളരെ പ്രധാനമാണ്. 7 എന്നുള്ളത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. 6 ദിവസം സൃഷ്ടിപ്പിന് ശേഷം 7-ാം ദിവസം ശബത്ത് ആചരിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ളൊരു സംഖ്യയായിട്ടാണ്. 7 അത്ഭുതങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 7 അത്ഭുതങ്ങളും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-ാമത്തെ അടയാളം, ഞാൻ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കുക, യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണ്? യെസ്, സൺഡേ സ്കൂളിലൊക്കെ ആദ്യം പഠിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം കേട്ടില്ല. കാനാവിൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയ, വെള്ളത്തെ വീഞ്ഞാക്കിയ മിടുക്കരാണ് നിങ്ങൾ. ആദ്യത്തെ അത്ഭുതം, പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതം, ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ 2-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭം. ബാക്കിയുള്ള സുവിശേഷങ്ങളിലൊക്കെ യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയത്. ഇത് അടയാളമാണ്, ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ കാനാവിലെ ആ അത്ഭുത സംഭവം, വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നവരെ 7 അത്ഭുതങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശയുമാണ്. ചർച്ച് ഈസ് ദി സൈൻ ആൻഡ് സാക്രമെൻറ്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശയുമാണ്. വിശുദ്ധ യോഹന്നാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായുള്ള ഒരു ചിന്താശകുലമാണ്, സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ഈ ലോകത്തിൽ. കനാവിലെ ആ അത്ഭുതം ദൈവരാജ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ചെയ്തത്. എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ്. ദൈവത്തിൻ്റെ ഭരണമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദി റെയിൻ ഓഫ് ഗോഡ് എന്നാണ് ദൈവരാജ്യം എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചയിലേക്ക് വിശുദ്ധ യോഹന്നാൻ തൻ്റെ വിവരണങ്ങളിലൂടെ യേശു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങളായി കാണുകയും യേശുവിൻ്റെ സെൽഫ് റെവലേറ്ററി ഡിക്ലറേഷൻസ്, സ്വയം വെളിപ്പെടുത്തൽ സന്ദേശങ്ങൾ നൽകിയും കൊണ്ട് കാഴ്ചയ്ക്ക് അപ്പുറത്തെ കാഴ്ചയിലേക്ക് വായനക്കാരെ നയിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വായിച്ചതായുള്ള വേദഭാഗവും അപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശു തൻ്റെ വിടപറയൽ സന്ദേശമാണ്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു വിടപറയൽ സന്ദേശം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ പോയിട്ട് സ്ഥലം ഒരുക്കി നിങ്ങളെ വീണ്ടും ചെന്ന് എത്തുള്ളൂ. ഇന്ന് വായിച്ച ഭേദഭാഗത്തുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന് പറയുന്നത്. യേശു പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫെയർവെൽ ഡിസ്കോഴ്സസ് എന്ന് ഇതിന് പറയും. എന്നിട്ട് പറയും, നീ എവിടെ പോകുന്നതെന്ന് അറിയാതെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? ഇതാരാ ചോദിച്ചത്? തോമസ് അപ്പോസ്തലനാണ്. അപ്പോൾ തോമസ് അപ്പോസ്തലൻ്റെ ഈ ചോദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന, യേശു പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്വയം വെളിപ്പെടുത്തൽ സന്ദേശത്തിന് മുഖാന്തരമായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം സെയിങ്സ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ഇങ്ങനെ 7 സ്വയം വെളിപ്പെടുത്തൽ സന്ദേശങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നൽകിയിട്ടുണ്ട്.
തോമസ് ശ്ലീഹായുടെ ഈ ചോദ്യമാണ്, നീ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചയിലേക്ക് നൽകിയിരിക്കുന്ന, അഥവാ അതിനെ ഉൾക്കാഴ്ച എന്ന് പറയാം. കാഴ്ചത്തെ അപ്പുറത്തെ കാഴ്ചയ്ക്കാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ടി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ മാതാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ സ്വാധീനിച്ച ഒട്ടനവധിയായുള്ള ആളുകളെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആന്ധ്രാപ്രദേശത്ത് ഒരിക്കൽ വസൂരി ബാധിതനായിട്ട് ഒരു ആശുപത്രിയിൽ അഭയം തേടിയ സന്ദർഭം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആന്ധ്രയിലെ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം മറ്റ് വസൂരി ബാധിതരായിട്ടുള്ള ആളുകളോടൊപ്പം തനിയെ കഴിയുകയാണ്. കാരണം മറ്റുള്ളവരുമായിട്ട് സംസർഗം പാടില്ലല്ലോ, ആരും അവരെ സഹായിക്കുവാനും ഓടിയെത്തുന്നില്ല. എന്നാൽ അവിടെ ഒരു കമ്പൗണ്ടറും ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. അവർ കുറച്ച് മാറിയാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ രോഗികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും, അവർക്ക് വേണ്ട ഭക്ഷണം സെർവ് ചെയ്യും. ഈ രോഗത്തെ പേടിക്കാതെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ മധ്യത്തിലും അവർ അപ്രകാരം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും, വൈകിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെ രാത്രികാലം വരെ അവരുടെ സേവനം തുടരും. മറ്റാരും അവിടെ ചെല്ലാൻ കഴിയുമായിരുന്നില്ല, ഇഷ്ടപ്പെട്ടു വരുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ, ഉറക്കം വരാത്ത ഒരു രാത്രിയിൽ, ഈ എഴുത്തുകാരൻ ടി പത്മനാഭൻ ത്യാഗത്തിൻ്റെ ആൾരൂപങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ കഥ വർണ്ണിക്കുന്നത്. ത്യാഗത്തിൻ്റെ ആൾരൂപങ്ങൾ, അദ്ദേഹത്തെ സ്വാധീനിച്ചായിട്ടുള്ള ഒത്തിരി ആളുകൾ. അദ്ദേഹം ഉറക്കം വരാത്തൊരു രാത്രിയിൽ, രാത്രി 12 മണിക്ക് താൻ കിടന്നതായിട്ടുള്ള മുറിയുടെ പുറത്തെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങകലെ ഈ കമ്പൗണ്ടർ താമസിക്കുന്ന ഭവനത്തിൽ വിളക്ക് കത്തുന്നുണ്ട്, വെളിച്ചമുണ്ട്. അദ്ദേഹം നടക്കുമ്പോൾ ആലോചിച്ചു, ഈ രാത്രി 11 മണിക്കോ എത്താണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ പറക്കി കഴുകി വെച്ച ശേഷം പോയത്, തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം. ഈ രാത്രി 12 മണിക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്യുമായിരിക്കും? അദ്ദേഹം സ്വയം ഉത്തരം കണ്ടെത്തി, അയാൾ ബൈബിൾ വായിക്കുകയായിരിക്കും. ത്യാഗത്തിൻ്റെ ആൾരൂപങ്ങൾ പുസ്തകത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേര് അയാൾ ബൈബിൾ വായിക്കുകയായിരിക്കും എന്നാണ്, ഒരു ചാപ്റ്ററിൻ്റെ പേരാണ്. അതിലാണ് ഈ കമ്പൗണ്ടറെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ദൈവവും ഭാര്യയും മകളും ഈ വസൂരി ബാധിത രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ. അയാൾ ബൈബിൾ വായിക്കുകയായിരിക്കും. ടി പത്മനാഭൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യ വിശ്വാസിയൊന്നുമല്ല. ഈ മനുഷ്യൻ ബൈബിൾ വായിക്കുന്നത് തൻ്റെ ജോലിയിലൂടെ പ്രകടിപ്പിക്കുകയാണ്, മറ്റൊന്നും ചെയ്യാതിരിക്കുകയല്ല. ഈ രാത്രി 12 മണിക്ക് വിശ്രമിക്കേണ്ടുന്ന സമയത്ത് എന്ത് ചെയ്യാതിരിക്കും? ബൈബിൾ വായിക്കാതിരിക്കും. ഇതിനാണ് കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ച എന്ന് പറയുന്നത്. അതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചയിലേക്ക് നീ എവിടെ പോകുന്നു എന്ന് അറിയാതെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തോമസ് അപ്പോസ്തലൻ ഒരു ഉൾക്കാഴ്ച പകർന്നു കൊടുക്കുകയായിരുന്നു അവിടെ. സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശയുമാണ്. ഇന്ന് മാർത്തോമാ സഭാ ദിനമായിട്ട് വേർതിരിച്ചിരിക്കുന്നു. തോമസ് അപ്പോസ്തലൻ്റെ പേരിൽ അറിയപ്പെടുന്നതും ആ പേരിൽ രൂപപ്പെട്ടിരിക്കുന്നതുമായുള്ള, സ്ഥാപിതമായിരിക്കുന്നതുമായുള്ള മാർത്തോമാ സഭ, അതിൻ്റെ വ്യത്യസ്ത പ്രവർത്തന മേഖലകളിൽ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശയും. കൂദാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിന്നാലെ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കും. എന്താണ് കൂദാശ? കൃപാമുഖാന്തരമാണ്, മീൻസ് ഓഫ് ഗ്രേസ് ആണ്. ഒരു കൃപാമുഖാന്തരമായി സഭയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സഭ ഒരു കൃപാമുഖാന്തരമായി, ഈ പ്രദേശത്ത് ഒരു കൃപാമുഖാന്തരമായി നമുക്ക് എത്രമാത്രം നിലനിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ആയിരിക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞത് ചർച്ച് ഈസ് ദി സൈൻ ആൻഡ് സാക്രമെൻ്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശയും. രണ്ടാമത്, മുറിവുകൾ സഭയുടെ തിരിച്ചറിയൽ രേഖയാണ്. മുറിവുകൾ സഭയുടെ തിരിച്ചറിയൽ രേഖയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ ശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അടച്ചിട്ട വാതിലിലൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അകത്ത് പ്രവേശിച്ചു. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം. യേശു തൻ്റെ കയ്യും വിലാപ്പുറം അവരെ കാണിക്കുന്നു.
കയ്യിൽ മുറിപ്പാടുകൾ, ആണിപ്പഴുതുണ്ട്, ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. എന്നിട്ട് അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പിതാവിനെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു തൻ്റെ കൈയും വിലാപ്പുറം അവരെ കാണിച്ചത്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറ്റേ അടുത്തൊന്നും പറയുന്നത്. പിതാവായ ദൈവം തൻ്റെ ആദ്യ മിഷണറിയായിട്ട് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു പറഞ്ഞത് അതാണ്, പറയാതെ പറഞ്ഞത് അതാണ്. പിതാവായ ദൈവം തൻ്റെ ആദ്യ മിഷണറിയായിട്ട് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. എനിക്ക് ലഭിച്ചത് നിങ്ങൾ ഈ കയ്യിലും വിലാപ്പുറത്തും കാണുന്നുണ്ട്. കുരിശാണ് എനിക്ക് ലഭിച്ചത്. ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾക്കും ഇതിൽ വലുത് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. യു കനോട്ട് എക്സ്പെക്ട് എ ഗ്രേറ്റർ റിവാർഡ് ദാൻ വാട്ട് ഐ റിസീവ്ഡ്. നിങ്ങൾക്കും ഇതിൽ വലുത് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് പറയുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുക്ക് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരേ ദിവസം തന്നെ നടക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. യേശു പറയാതെ പറഞ്ഞു വെച്ചത് എന്താണ്? കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചയിലേക്കാണ്, ഉൾക്കാഴ്ചയിലേക്കാണ് ശിഷ്യന്മാരെ നയിക്കുന്നത്. 2 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ ആറ് നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നത് എന്നത് നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായിട്ട് കൊടുക്കുവാനുമാണ് വന്നത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്ന ശുശ്രൂഷക്കാരാണ്. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവർ ഒടുക്കത്തവനാകണം. പിതാവായ ദൈവം തൻ്റെ ആദ്യ മിഷണറിയായിട്ട് ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചു. താൻ ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ലഭിച്ചത് കുരിശാണ്. അതാണ് എൻ്റെ കയ്യിലും വിലാപ്പുറത്തും നിങ്ങൾ കാണുന്നത്. ഞാൻ നിങ്ങളെ അയക്കുന്നത് നിങ്ങൾക്കും ഇതിൽ വെറുതെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, യാക്കോബ് യോഹന്നാനുമാണ് സബദിപുത്രന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ആരെടുത്തും വലത്തുവാൻ ഞങ്ങൾ. ഒരുവൻ ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നതാണ്. ഒരാൾ നാട് കടത്തപ്പെടുകയായിരുന്നു. എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ. ചെന്നൈയിൽ സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പലരും പോയിട്ടുണ്ടാകും. അവിടെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം, കത്തോലിക്ക ദേവാലയം. ആ ദേവാലയത്തിൽ ത്രോണോസോടെ ചേർന്ന് മുകളിൽ കയ്യിൽ ഇറ്റിറ്റ് രക്തം വീഴുന്നതായിട്ടുള്ള യേശുവിൻ്റെ കരങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. താഴെ തോമസ് അപ്പോസ്തലൻ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. തോമസ് അപ്പോസ്തലനെ കുറിച്ച് 3 സന്ദർഭങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രം നൽകിയിട്ടുണ്ട്. ഒന്ന് 11-ാം അധ്യായത്തിലാണ്. 16-ാമത്തെ വാക്യത്തിൽ നമുക്കും അവനോടുകൂടി മരിപ്പാൻ പോകാം, ലാസർ ദീനമായി കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ യൂദയിലേക്ക് നമുക്കും പോകാം. യേശു പറഞ്ഞ് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. അവിടെ ചെന്നാൽ ശത്രുക്കൾ നിന്നെ കാത്തിരിക്കുകയാണ്, നമുക്കും അവനോടുകൂടി മരിപ്പാൻ പോകാം എന്ന് തോമസ് അപ്പോസ്തലൻ പ്രതിവചിക്കുന്നു. എടുത്തു ചാടി ഉത്തരം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് അപ്പോസ്തലൻ. തോമസ് അപ്പോസ്തലൻ പറയുന്നു, അവനോടുകൂടി മരിക്കുവാൻ ത്യാഗസന്നദ്ധത കാണിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തോമസ് എന്ന യേശുവിൻ്റെ ശിഷ്യൻ. 14-ാം അധ്യായത്തിൽ നീ എവിടെ പോകുന്നു, വഴി എങ്ങനെ അറിയും, ഞാൻ തന്നെ വഴിയും സത്യവും ചെയ്യുന്നു. ഒരു സത്യാന്വേഷിയായിരുന്നു തോമസ് അപ്പോസ്തലൻ. സമർപ്പിതനായിരുന്നു, സത്യാന്വേഷിയായിരുന്നു. അന്വേഷണമാണ് പൂർണ്ണമായുള്ള സത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നത്. 20-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് ശേഷം പ്രത്യക്ഷനായപ്പോൾ തോമസ് അപ്പോസ്തലൻ അവിടെ ഇല്ലായിരുന്നു. ഈ ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടിട്ട് ഈ കൈയുടെ ആണിപ്പഴുത് കാണിക്കുന്നു, വിരലിടുക. അപ്പോൾ തോമസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. തൻ്റെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. സമർപ്പിതനും സത്യാന്വേഷിയുമായിരുന്ന തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഒരു സഭയുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ആ തോമസ് അപ്പോസ്തലൻ്റെ സ്മരണ ഉണർത്തുന്ന ഈ ദിനത്തിൽ മാർത്തോമാ സഭ, ആ പേരിനാൽ അറിയപ്പെടുകയും സഭാദിനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. സമർപ്പിതമായി അന്വേഷണ ബുദ്ധിയോടുകൂടി, അന്വേഷണധരിയോടുകൂടി, വിശ്വാസത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള അനുഭവത്തിൽ
മുന്നേറുവാൻ ഈ വചന കേൾവിയാൽ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.